SFI വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. 3 വിദ്യാർത്ഥികളെയാണ് ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മർദ്ദിച്ചത്. RPM കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഇതിൻ്റെ വിവരങ്ങളുമായി മാനസ ചേരുന്നു. മാനസ, എന്തായിരുന്നു സംഭവം? ഈ പരിക്കേറ്റ SFI പ്രവർത്തകർ എവിടെയാണിപ്പോൾ? അജിൻഷാദ്, RPM കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ 20ഓളം വിദ്യാർത്ഥികളിൽ നിന്നും കൂട്ട മർദ്ദനം ഉണ്ടാകുന്നത്. 2ാം വർഷ വിദ്യാർത്ഥികളായ അനു, ശ്രീറാം, ആദിഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. അകാരണമായി ഇവർ മർദ്ദിച്ചു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. സംഘത്തിൽ 20ഓളം പേർ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ഈ കാട്ടാക്കട KSRTC ഡിപ്പോയിൽ ഈ 3 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോഴാണ് ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ഈ 3 വിദ്യാർത്ഥികൾക്ക് നേരെ മർദ്ദനം അഴിച്ചുവിട്ടത്. അതോടൊപ്പം തന്നെ ഈ 20ഓളം സംഘത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലെ മൊബൈൽ ഷോപ്പിൽ തമ്പടിക്കുന്ന യുവാക്കൾ ഉൾപ്പെടെയാണ് മർദ്ദനം നടത്തിയത് എന്നും ആരോപണമുണ്ട്. ഒപ്പം തന്നെ മൊബൈൽ ഷോപ്പിൽ തമ്പടിച്ചു നിന്ന അഭിഷേക് മർദ്ദന സംഘത്തിന് നേതൃത്വം നൽകിയെന്നും യുവാക്കൾ പറയുന്നു. ഈ അഭിഷേക് സമാന കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ്. കഴിഞ്ഞ ദിവസം ക്യാമ്പസിനുള്ളിൽ വെച്ച് ഇരു കൂട്ടരും തമ്മിൽ, ഈ 3 വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. ഈ മർദ്ദനമേറ്റ അനുവിന്റെ കൈ തട്ടി ഈ നേതൃത്വം നൽകിയ അഭിഷേകിന്റെ മൊബൈൽ നിലത്ത് വീണ സ്ക്രീൻ പൊട്ടുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയും അത് പ്രിൻസിപ്പൽ ചേർന്ന് ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആ ദിവസം തന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം കാട്ടാക്കട ഡിപ്പോയിൽ വെച്ച് ഈ 3 വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണവുമായി വിദ്യാർത്ഥികൾ ഈ ഒരു സംഭവത്തെ തുടർന്നാണ് എത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കാട്ടാക്കട പോലീസിന് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുകയാണ്. SFI പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനം. കോളേജിന് പുറത്തുണ്ടായ മർദ്ദനത്തിൻ്റെ CCTV ദൃശ്യങ്ങളടക്കമാണ് പുറത്തെത്തിയത്. ദൃശ്യങ്ങൾക്കൊപ്പം വിവരമാണ് മാനസ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.